ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഏപ്രിൽ മാസത്തെ തുക വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ ധനസഹായ വിതരണം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളൊക്കെ സർക്കാർ പൂർത്തിയാക്കി. ഏപ്രിൽ 15 മുതൽ വിതരണ നടപടികൾ തുടങ്ങുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ലഭ്യമായിരിക്കുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് DBT സംവിധാനം വഴി തുക കൈമാറാനുള്ള എല്ലാ തയ്യാറെടുപ്പും ധനകാര്യ വകുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഏകദേശം 18 ലക്ഷത്തിലധികം പേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ ആഴ്ചയോടെ തന്നെ പണം ലഭ്യമായി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപേക്ഷ സമർപ്പിച്ചിട്ടും ചില കാരണങ്ങളാൽ റിജക്റ്റ് ആയവർ ഒഴികെ എല്ലാവർക്കും തന്നെ തടസ്സങ്ങളില്ലാതെ ഈ ഒരു ധനസഹായം ലഭിക്കുന്നതാണ്. ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തനക്ഷമമാണോ എന്നും അതുപോലെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാവി നടപടികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ നിർത്തലാക്കുമോ എന്നുള്ളൊരു ആശങ്ക ഒരുപാട് ആളുകൾക്കുണ്ട്. എന്നാൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ആരും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് സർക്കാർ ഉത്തരവായി പാസാക്കി നടപ്പിലാക്കിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ LDF തുടർന്നാലും അതുപോലെ UDF വന്നാലും ഇത് പെട്ടെന്ന് നിർത്തിവെക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഈ പദ്ധതിയുടെ രൂപീകരണത്തിനായി ഇതിനോടകം തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതായത് ഇപ്പോൾ നൽകുന്ന 1000 എന്നുള്ളത് 2000 രൂപയിലേക്ക് ഉയർത്താനും അതുപോലെ APL റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടി, അതായത് അതിൽ തന്നെ അർഹരായവർക്ക് കൂടി ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം കൂടി പുതിയ മന്ത്രിസഭ വരുമ്പോൾ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഈ ജനപ്രിയ പദ്ധതി ഇനിയും വിപുലീകരിക്കാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് ഇതൊരു വലിയ സഹായവും ആശ്വാസവുമാകും. അതേസമയം BPL AAY റേഷൻ കാർഡ് ഉള്ളവരും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുമായിട്ടുള്ള അർഹരായ എല്ലാ വീട്ടമ്മമാർക്കും ഈ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കോ അല്ലെങ്കിൽ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥിരമോ അല്ലെങ്കിൽ താൽക്കാലികമായോ ആയിട്ടുള്ള കരാർ ജോലിയുള്ളവർക്കോ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. നിലവിൽ സമർപ്പിച്ച 18 ലക്ഷത്തോളം അപേക്ഷകളിൽ 81,000-ഓളം അപേക്ഷകൾ വിവിധ കാരണങ്ങളാൽ ഇപ്പോൾ തന്നെ മടങ്ങിയിട്ടുണ്ട്. അതിനാൽ അപേക്ഷ നൽകിയവർ തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കണം. ഒട്ടേറെ അമ്മമാർക്കും സ്ത്രീകൾക്കും ആശ്വാസം നൽകുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഇത്തരം വിവരങ്ങൾ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. പുതുതായിട്ട് അപേക്ഷ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇനി അപേക്ഷിക്കുക.